എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഫാദേഴ്സ് ഡേ ആയിരുന്നു. എല്ലാവരും അവരവരുടെ അച്ഛനെയും അപ്പയും ഉപ്പയും ഒക്കെ ഓർമ്മിച്ച ദിവസം. ജൂൺ 12 ലോകം മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം. അഹമ്മദാബാദിലെ വിമാനാപകടം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, ആ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമേധ് സബർവാൾ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും തമ്മിൽ വളരെ അഭേദ്യ ബന്ധമായിരുന്നു. ഈ വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം രോഗിയായ തന്റെ പിതാവ് പുഷ്കരാജ് സബർവാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ലണ്ടനിലെത്തി ഉടനെ തന്നെ വിളിക്കാം. അതൊരു വാക്കാണ്, ഒരു ഉറപ്പായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹം ഇന്ന് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയി. പിതാവിനെ പരിചരിക്കാൻ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് കഴിയുകയായിരുന്നു സുമിത്. ജോലി അവസാനിപ്പിച്ച് തന്റെ പിതാവിനെ പരിചരിച്ച് വീട്ടിലിരിക്കാമെന്ന് അപകടത്തിന് 3 ദിവസം മുമ്പ് അദ്ദേഹം പിതാവിനെ അറിയിച്ചിരുന്നു. 2 വർഷം മുമ്പായിരുന്നു സുമിത്തിന്റെ മാതാവിന്റെ മരണം. അതിലെ ഏകാന്തതയേതു പിതാവിനെ. പൈലറ്റ് നിലയിൽ സുമിത് ലോകം കീഴടക്കിയ ഒരാളായിരുന്നു. പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റൻ കൂടിയാണ്. അതായത് പരിശീലനം നേടിയ പൈലറ്റുമാർ വിമാനം പറത്തുമ്പോൾ അവരോടൊപ്പം പോയി പ്രവർത്തന മികവ് പരിശോധിക്കുന്ന ഓഫീസർ. പലപ്പോഴും വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന നടത്താനും സുമിതിനെയാണ് സഹപ്രവർത്തകരെ നിയോഗിച്ചിരുന്നത്. പക്ഷേ ഞാനിതിൽ നോക്കിക്കാണുന്നത് അദ്ദേഹം തന്റെ പിതാവിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ ജോലി, അത്രയ്ക്കധികം സാലറി ലഭിക്കുന്ന ജോലി, എല്ലാവരും നോക്കിക്കാണുന്ന ജോലി, എന്നിട്ട് പോലും പിതാവിന് വേണ്ടി അദ്ദേഹം മാറി നിൽക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ മക്കളല്ല എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണത്. മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കണം ഇന്ന് പല സ്ഥലങ്ങളിലും ഒഴിവാക്കുകയാണ്. അച്ഛൻ, അമ്മ വയസ്സായി, അതാർക്കും വേണ്ടാത്ത സാധനങ്ങൾ എന്നാണ് പറയുന്നത്. അച്ഛനമ്മ എന്നല്ല വിളിക്കുന്നത്. ആ സാധനങ്ങളെ ആര് നോക്കണു എന്നുള്ള ആ സംസാരങ്ങൾ. അപ്പോൾ നമ്മുടെ സുമിത് ഇനി പിതാവിനെ ശുശ്രൂഷിക്കാൻ ഇല്ലെങ്കിലും അദ്ദേഹമാണ് റിയൽ ഹീറോ. ഫാദേഴ്സ് ഡേ ആയിരുന്നെങ്കിലും ഈ മകനെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നന്ദി.